ഹലോ, എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, ഞമ്മക്ക് ഇവിടെ സുഖം തന്നെയാണ്. അപ്പം നമ്മൾ ഡ്യൂട്ടിക്ക് റെഡിയായി നിൽക്കുകയാണ് കേട്ടോ രാവിലെ. അപ്പം ഇന്ന് എന്താണെന്നോ, ഇന്ന് നല്ല അടയാണ് ഇടാൻ പോണത് കേട്ടോ. പൊടിപ്പിച്ച പൊടി കൊണ്ട്, ഈ പൊടിപ്പിച്ച പൊടി കൊണ്ടാണ് നമ്മൾ അടയിടുന്നത്. പത്തിരിക്ക് പൊടിക്കൂലേ, പത്തിരിപ്പൊടി കൊണ്ടാണ് കേട്ടോ ചുടാൻ പോണത്. അപ്പോൾ ഇമ്മമ്മ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ചുട്ടന്നിരുന്ന അടയാണ് ഞാൻ ചുടാൻ പോണത് കേട്ടോ. എന്താ പറയാ, ഇമ്മമ്മ ഞങ്ങൾക്ക് 4 മണിക്കായാലും രാവിലെ ആയാലും ഒക്കെ ചുട്ടന്നിരുന്നു. എൻ്റെ ഇമ്മാൻ്റെ അമ്മക്ക് ഇപ്പോൾ 100 വയസ്സൊക്കെ ആകാനായി, 90 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കണ്. കണക്ക് കറക്റ്റ് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ, വയസ്സിൻ്റെ കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ ഈ ഉമ്മ ഇന്നലെ എന്നോട് പറഞ്ഞിരുന്നു, ഇജിൻക്ക് ഉമ്മമ്മക്ക് വായലൊറ്റ പല്ലില്ല, പല്ലൊക്കെ പോയിക്കണ് എന്നോട് പറഞ്ഞിരുന്നു ഇന്നലെ, ഇജ് നാളെ തേങ്ങയൊക്കെ ഇട്ടിട്ട് ആ ഇലയിൽ ചുടുന്ന അട ചുട്ട് കൊണ്ടുവന്നേരുണ്ടി പറഞ്ഞിരുന്നു. അപ്പം ഉമ്മമ്മക്ക് കൊടുക്കണം അട. അപ്പം അതിന് വേണ്ടി രാവിലെ തന്നെ ബാങ്ക് കൊടുത്തിട്ടില്ല. ഇപ്പോൾ 5:30ക്കാണല്ലോ ബാങ്ക് അല്ലേ, 5:30 കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബാങ്ക് കൊടുക്കുക. ഇപ്പോൾ 5 മണിക്ക് ഇപ്പോഴും 10 മിനിറ്റ് ഉണ്ട് കേട്ടോ. കുഴിയടയൊക്കെ വെട്ടാൻ പോയിക്കണ്. അപ്പോൾ ആ അട, പഴയ പഴമയിലുള്ള അട നല്ല സൂപ്പർ ടേസ്റ്റ്, നല്ല ഉറപ്പാണ്. ഇമ്മമ്മ എങ്ങനെയാണ് തിന്നുകയെന്ന് എനിക്കറിയില്ല, ഇമ്മമ്മ ആ തൊണ്ണും കൊണ്ട് എങ്ങനെ തിന്നുകയെന്നറിയില്ല. പക്ഷെ ഇമ്മമ്മ എന്ന് പറയുമ്പോൾ ഈ കുട്ടികളെ തൊണ്ണു പോലെയല്ല, പ്രായമായവരെ തൊണ്ണിനൊരു മൂർച്ച ഉണ്ടാവില്ലേ. അവർ ഇറച്ചി ആയാലും എന്തായാലും കഴിക്കും, നല്ല മൂർച്ച ഉണ്ടാകും ആ തൊണ്ണിന്. അപ്പം ഞാൻ അട ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതെങ്ങനെ നോക്കിക്കോളി. അപ്പം എല്ലാവരും പോന്നോളിട്ടോ കാണാൻ. കാരണം എന്താണെന്നറിയോ, ആരും ഇപ്പം ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ അടയും ഒന്നും ചുട്ടു തിന്നൂല. അപ്പം ഇങ്ങനെയുള്ളതൊക്കെ ചുട്ട് തിന്നുമ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി ആയിരിക്കും. അപ്പം എല്ലാവരും വരും, നമുക്ക് പോവാം. അപ്പം ഞാൻ ഒരു ചട്ടി എടുത്തേക്കണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ഇങ്ങനെ തരിച്ചിട്ട് വേണം എടുക്കാനിട്ട്. അപ്പോൾ ഈ പിഞ്ഞാണത്തിൽ ഞാൻ ഇന്നലെ പത്തിരി ചുട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പലകമ്മ പൊടി എടുക്കൂലേ, പലകമ്മ പൊടി എടുക്കൂലേ നമ്മൾ. അപ്പോൾ അതിൻ്റെ ബാക്കി ഞാൻ അവിടെ അടച്ച് വെച്ചതായിരുന്നു. ആ പൊടിയാണ് കേട്ടോ ആദ്യം ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അടക്കുള്ള പൊടി ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുകയാണ്. ഇപ്പോൾ 3 കയ്യിൽ പൊടി എടുത്തിട്ടോ. അപ്പം ഇമ്മമ്മക്ക് കൊടുക്കണം. ഇമ്മമ്മക്ക് ഇങ്ങനത്തെ ഇതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ ഉഴുന്ന് ദോശ, ഇഡ്ഡലി അതൊന്നൊക്കെ ഇഷ്ടമാണ് ഇമ്മമ്മക്ക്. പക്ഷെ എന്നാലും ഇമ്മമ്മക്ക് ഇങ്ങനെയുള്ള കടികളാണ് ഏറെ ഇഷ്ടം. അതുപോലെ ഉണ്ടല്ലോ, പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ. ഈ ചട്ടിക്ക് ഇത്രയും പൊടി എടുത്തിട്ട് ഞാൻ അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചു. ഉപ്പിട്ടിട്ട് കുഴക്കണം എന്നൊന്നുമില്ല, ഉപ്പിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചാലും മതി കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കുഴച്ചിങ്ങനെ ഉരുളയാക്കി എടുക്കണം കേട്ടോ. പത്തിരിക്ക് കുഴക്കും പോലെ ഇങ്ങനെ കുഴച്ചെടുക്കുക, എന്നിട്ട് ഉരുളയാക്കി എടുക്കണം. അപ്പോൾ പിന്നെ ചില അരി എന്ത് ചെയ്യുമെന്ന് അറിയോ, അടയിടുമ്പോൾ അങ്ങനെ വിണ്ട് വരും ചില അരിപ്പൊടി നല്ല സോഫ്റ്റ് ആവും. പക്ഷേ ഈ അരിപ്പൊടി നല്ല സൂപ്പർ പൊടിയാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങളോട് പറയണേ, ഈ കഴിഞ്ഞ കൊല്ലം നമ്മൾ റമദാന് പൊടിപ്പിച്ചില്ലേ, ആ പൊടി കുറച്ച് ബാക്കിയുള്ളതാണ് ഇട്ടത്, ഒരു കേടുമില്ല. ഇപ്പോൾ ഞാൻ അരിയൊക്കെ പൊടിക്കുമ്പോൾ ഇതിലിടക്ക് ഞാൻ കുറച്ച് 2 കിലോ അരി പൊടിച്ചത് കഴിഞ്ഞു. ഇത് നല്ല സോഫ്റ്റ് ഇടിയപ്പത്തിനൊക്കെ പറ്റിയ അരിയാണ് കേട്ടോ. അതുകൊണ്ട് ഇതുള്ളൂ, അതിൽ കുറച്ചുള്ളൂ കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ. ബാക്കിയൊക്കെ എടുത്തു ഞാൻ. പിന്നെ ഞാൻ ഒരു 1/2 കിലോളം പുതിയ പൊടിയിൽ നിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ പറയുക, കഴിഞ്ഞ കൊല്ലത്തെ പൊടിയാണിത് കൂടുതൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ടിന്നിൽ കാണിച്ചു തന്നില്ലേ, അത് ഈ വർഷത്തെ പൊടിയാണ്. ഇത് ഞാനൊരു കുഞ്ഞു ടിന്നിൽ എടുത്ത് വെച്ചത്, അതിൽ നിന്നാണ് കേട്ടോ കയ്യിലിനെ അളന്നെടുത്തത്. അപ്പോൾ ഇത് എടുത്തിട്ട് ഇനി അതിൽ നിന്ന് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ പുതിയ പൊടിയും കുറച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു സോഫ്റ്റാണ്. എനിക്ക് തോന്നുന്നു പുതിയ പൊടി ഇത്രയ്ക്ക് സോഫ്റ്റ് അല്ല എന്ന് തോന്നുന്നു. അപ്പം ഞാൻ നല്ലോണം കുഴച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങളൊക്കെയാണ് ഞാൻ കുറച്ചേ കുഴച്ചിട്ടുള്ളൂ, പക്ഷെ നല്ലതുപോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എത്ര അടയാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇങ്ങനെ ഉരുളകളാക്കി വെക്കുക. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ അടയാണ്, ചെറിയ അടയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറിയ ഉരുളകളാക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാനിങ്ങനെ ഇത്രയും ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മമ്മക്കൊരു 2 എണ്ണം അങ്ങോട്ട് കൊടുക്കണം. അമ്മമ്മ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും. അമ്മമ്മക്ക് ഇങ്ങനത്തെ കടികളൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് അന്നൊക്കെ അട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് പത്തിരി ചട്ടിയിലാണ് കേട്ടോ ചുട്ട് തരിക.
ഇലയിൽ പരത്തിയിട്ട് പത്തിരിച്ചട്ടിയിലാണ് ചുട്ട് തരിക. അപ്പോൾ വാഴൻ്റെ ഇല ഒന്നിങ്ങനെ ജസ്റ്റ് വാട്ടിയെടുക്കണം കേട്ടോ. വാട്ടിയെടുക്കാതെ ചൂടൊക്കെ ചെയ്യുക. പക്ഷേ നമ്മൾ ഇല കൈകാര്യം ചെയ്യുമ്പോഴത്തേനും ഈ ഇല അങ്ങോട്ട് പൊട്ടിപ്പോവും. അപ്പോൾ അത് പൊട്ടൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ഇങ്ങനെ വാട്ടുക. ഇമ്മമ്മ വാട്ടലൊന്നുമില്ല, ഇമ്മമ്മ ചുടനൊപ്പം ഞാൻ കണ്ടിരുന്നതല്ലേ. ഇമ്മമ്മ വാട്ടൊന്നുമില്ല. ചിലപ്പോൾ പച്ച ഇല കഴുകി തുടച്ചിട്ട് അതിലങ്ങോട്ട് ഇടലാണ്. പക്ഷെ ഞാൻ ഒന്ന് വാട്ടിയിട്ട് അതിൽ പരത്തും. എന്താണെന്നറിയോ, ഇലച്ചീന്ത് ഇങ്ങനെ എടുത്തിട്ട് അതിലിങ്ങനെ പരത്തി ചൂടാല വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്യും, അതിലേക്കുള്ള നാളികേരം അവിടെ എടുത്ത് വെക്കുക. ഇതിലേക്ക് പഞ്ചസാര ഇടുക, ശർക്കര ഇടുക കേട്ടോ. അപ്പോൾ ഞാനിതാ ശർക്കര, വെല്ലം ഉണ്ടല്ലോ, വെല്ല ശർക്കര ചിരണ്ടി അതിൽ കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് അതിങ്ങനെ ഇട്ടിട്ടാണ്. അപ്പോൾ ഒരു പാകത്തൊരു മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി കുറേ മധുരം വേണ്ടവർക്ക് കുറച്ചും കൂടി ശർക്കര ചിരടി എടുക്കുക. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഉമ്മമാക്ക് മധുരമൊക്കെ നല്ലോണം കഴിക്കും ഉമ്മമ്മ. പക്ഷേ ഉമ്മമാക്ക് ഇങ്ങനെയുള്ള പലഹാരത്തിലൊന്നും വലിയ മധുരം ഇഷ്ടമല്ല കേട്ടോ. ലഡു, ഹലുവ, മുട്ടായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉമ്മമ്മ കഴിക്കും. പക്ഷേ അങ്ങനെയൊക്കെ കഴിച്ചാലും ഈ ഉമ്മമാക്ക് പിന്നെ ഇങ്ങനെയുള്ള പലഹാരങ്ങളിൽ കുറച്ച് മധുരം ഇട്ട് ചുടുന്നതാണ് ഇഷ്ടം. അപ്പോൾ ഞാനിതാ ഇങ്ങനെ ഉരുളകളാക്കി വെച്ചിട്ട് ഇനി അത് ഉണ്ടാക്കണത് കാണിച്ചു തരട്ടോ. ഈ മമ്മി ഇങ്ങനെ തന്നെയുണ്ട് പലകമ്മ വെച്ച് കണ്ടാണ് പരത്തുന്നത്. ഒരു പലകമ്മ ഇരിക്കും, വേറൊരു പലകമ്മ ഇല വെക്കും, എന്നിട്ട് ഇങ്ങനെ പരത്തിട്ടോ നിരത്തിരുന്ന് കണ്ട് തന്നെ. ഇപ്പോൾ എല്ലാവരും പിന്നെ എന്താ പറയുക, ഡെസ്കുമ്മേ ടേബിളുമൊക്കെ വെച്ച് നിന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ സ്റ്റൂളിട്ട് ഇരുന്നിട്ടൊക്കെ ആയിരിക്കും ചെയ്യുക. നമ്മളിവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ അടയും ഒരേ ഇതിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ പൊടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്റ്റാക്കി ഉരുളകൾ പാകാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ അട ഇങ്ങനെ ചുട്ട് പിന്നെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നല്ല തീരെ കുഞ്ഞായിട്ടാണ് കേട്ടോ പരത്തേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നല്ല കട്ടിയിലാണ്, ഇത് മടക്കും കൂടിയും ചെയ്യുമല്ലോ. അപ്പോൾ 2 ലെയർ വരുമല്ലോ, മടക്കുമ്പോൾ 2 ലെയറായിട്ട് വരും. നമ്മൾ ഈ നാളികേരിട്ട് നല്ലോണം ഇങ്ങനെ ചപ്പി കൊടുക്കും കൈ കൊണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിങ്ങനെ ചപ്പി പരത്തുകയാണ്. അപ്പോൾ ഈ ചപ്പി പരന്ന് കിട്ടുന്നത് എന്താണെന്നറിയോ, നമ്മളെ ഈ പൊടി കുഴയ്ക്കുന്നത് നല്ലോണം കുഴഞ്ഞ് വന്നതുകൊണ്ടാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പത്തിരിപ്പൊടി കുഴക്കും പോലെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നമ്മളെ പൊടി ഇങ്ങനെ കുഴഞ്ഞ് നീണ്ട് വരും കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇത് നല്ല പോലെ അങ്ങോട്ട് പരത്തി നാളികേരവും ശർക്കരയും ഉള്ളത്, നാളികേരത്തിൻ്റെ നാരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. നമ്മൾ ബേജാറിൽ ഇങ്ങനെ ചിരടി എടുക്കുകയല്ലേ. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ നടു അങ്ങോട്ട് മടക്കി കൊടുക്കും. എന്നിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരിക്കും, ഇതിപ്പോൾ എന്ത് പലഹാരം. എല്ലാവരും നല്ല കേട്ടോ, ചില ആൾക്കാർ ഇതിപ്പോൾ എന്ത് പലഹാരം, ഇതൊക്കെ ഇപ്പോൾ ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ നമുക്കൊരു നേരത്തെ വയറ് നിറയാൻ ഇങ്ങനെയുള്ള ഒരു അടയൊക്കെ മതി. എന്നും എപ്പോഴും ഈ കഞ്ഞിയും ചോറും തന്നെ കഴിക്കണമെന്നൊന്നുമില്ല. കണ്ടോ, ഇങ്ങനെ മടക്കി പിടിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ നമ്മളെ അടക്കുട്ടൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇല അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ കണ്ടോ, വേറെ അട ഇങ്ങനെ പരത്തി. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി കുഴയണതിനനുസരിച്ച് നമ്മൾ അട നീണ്ട് വരും, സോഫ്റ്റും ആവും, ടേസ്റ്റും കൂടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുഴച്ച് വെച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിങ്ങനെ പരത്താൻ തുടങ്ങിയത്. ഇതിങ്ങനെ ആദ്യം കുഴച്ച് വെച്ചു, പിന്നെ നാളികേരം ചിരണ്ടി, പിന്നെ ശർക്കരയൊക്കെ എടുത്ത്, പിന്നെ അപ്പോഴത്തേനും പിന്നെ ബാങ്ക് കൊടുത്തു കേട്ടോ. ബാങ്ക് കൊടുത്തു. ഏകദേശം 5:30 കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ബാങ്ക് കൊടുക്കുന്നത്. ബാങ്ക് കൊടുത്ത് നിസ്കാരം കഴിഞ്ഞ് അതിൻ്റേതായ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ അട ചുടാൻ നിൽക്കുന്നത്. അപ്പോൾ അത്രയും നേരം നമ്മളെ പൊടി ഇങ്ങനെ സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതായിരുന്നു. പിന്നെ നമ്മളെ കയ്യിൽ ഇത്തിരി ഓയിലോ വെളിച്ചെണ്ണ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അട ഇങ്ങനെ പരത്തുമ്പോൾ നമ്മളെ കയ്യിൽ ഓയിലോ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പരന്ന് കിട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്യുക. പിന്നെ ഗോതമ്പ് പൊടി കൊണ്ടും ഇങ്ങനെ അട ഉണ്ടാക്കട്ടോ. ഗോതമ്പ് പൊടി കൊണ്ട് അട ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഇമ്മമ്മക്ക് ഇങ്ങനെ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കണ അടയാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത്. പിന്നെ ഇതിലേറെയൊക്കെ ടേസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പൊടിപ്പിച്ച പൊടിയേക്കാളും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് ഉരലിലിട്ട് ഇടിച്ച് പൊടിച്ച് ചുടുന്ന അടക്കായിരിക്കും കേട്ടോ ഏറെ ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് ഒരു മാസമായി അരിയൊക്കെ ഇടിച്ചിട്ട്. കാരണം എനിക്ക് മടിയുണ്ട്, കുറച്ചൊക്കെ ഒരു ടൈമില്ലായ്മയും മടിയൊക്കെ പാടെ വരുമ്പോഴാണല്ലോ. അപ്പോൾ ഇന്നെന്തായാലും കുറച്ച് അരി വെള്ളത്തിലൊക്കെ ഇട്ട് പോകണം. ഇന്ന് എന്തായാലും അരി ഇടിച്ച് എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ നാളേക്ക്.
അപ്പോൾ അത് ഒരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. നമ്മളെ ശരീരത്തിനും നല്ലതാണ് അരി പിടിക്കുന്നത്. പിന്നെ നമ്മളിവിടെ പച്ചരി ഉണ്ട്, അത് വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ അരച്ചാൽ നമുക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാം. പക്ഷെ അരി ഇടയ്ക്കിടയ്ക്ക് മാസത്തിൽ മാസം കൂടുമ്പോഴെങ്കിലും നമ്മൾ ഇടിക്കുന്നത് നല്ലതാണല്ലോ. ഞാൻ പറഞ്ഞ മാതിരി കഴിഞ്ഞ ഡിസംബറിൽ അരി ഇടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇത് ജനുവരി 8-ാം തീയതി. ഇനിയിപ്പോൾ അരി ഇടിക്കാതെക്കാൻ പറ്റൂല, ഇടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളും തന്നെ മടി പിടിച്ച് അങ്ങോട്ട് ഇരുന്ന് പോകും. അപ്പോൾ അത് അട ചുട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കുറഞ്ഞ തീയിലാണ് അട ചുട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ അടമ്മ പോയില്ലേ, കുറേയൊക്കെ അടമ്മ പോയി. 8-10 മിനിറ്റ് ആയിപ്പോൾ അത് നിങ്ങളോട് കുറച്ച് വോയിസിലും പറഞ്ഞ് പിന്നെ അടയും ചുട്ട്. അപ്പോൾ കൂട്ടുകാര്യങ്ങളെല്ലാവരും ഇത് ഗ്യാസ് അടുപ്പത്ത് ചുടണ്ട കേട്ടോ. ഗ്യാസ് അടുപ്പത്ത് ചുടണ്ടെന്ന് വെച്ചാൽ ഗ്യാസ് അടുപ്പത്ത് ഇപ്പോൾ നമ്മൾ പത്തിരിച്ചട്ടിയൊക്കെ വെച്ച് മൺചട്ടിയൊക്കെ വെച്ച് പാചകം ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗ്യാസിൻ്റെ ചൂടും തീയിൻ്റെ ചൂടായിട്ട് വ്യത്യാസം ഉണ്ടായിട്ട് എന്താണെന്ന് അറിയില്ല, ചട്ടിയൊക്കെ കേട് വരികയാണ് കേട്ടോ. ഞാനും തന്നെ ഇടയ്ക്ക് നേരം വഴുകണ ദിവസം ഞാൻ അടുപ്പത്ത് നേരമില്ലാതിരിക്കുമ്പോൾ ഞാനിങ്ങനെ ഗ്യാസ് അടുപ്പത്ത് വെക്കലുണ്ട് ചട്ടി. അപ്പോൾ ആ ചട്ടീൻ്റെ അടിക്കൊരു വിള്ളൽ വരലുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളോട് പറയണത് ഗ്യാസ് അടുപ്പത്ത് കഴിയുന്നതും ചൂടാതിരിക്കുക. ഗ്യാസ് അടുപ്പത്ത് ചുട്ടാൽ നമ്മളെ ചട്ടി കേടുകയാണ്. പിന്നെ ചട്ടി ഇങ്ങനെ വാങ്ങണം എപ്പോഴും. നമുക്ക് എപ്പോഴും ഇങ്ങനെ ചട്ടി വാങ്ങൽ നടക്കുമോ? ഇതിനൊക്കെ കാശും വേണ്ട അല്ലേ. അപ്പോൾ അത് അട നല്ല സോഫ്റ്റ് സൂപ്പർ നല്ല അട. സോഫ്റ്റ് അറിയാൻ പറ്റില്ല, ഒന്ന് കറുമുറയാണ് കേട്ടോ. എന്നാലും എൻ്റെ അമ്മമ്മ അതൊക്കെ കഴിക്കും കേട്ടോ. അമ്മമ്മ ഇങ്ങനെ ഓരോ കഷ്ണങ്ങൾ എടുത്ത് കഴിച്ചോളും. അപ്പോൾ അതിലിടയ്ക്ക് ഞാൻ കറി ഉണ്ടാക്കി. കറി ഞാൻ കഷ്ണങ്ങളൊക്കെ നോക്കി കുക്കറിലാണ് വേവിക്കുക ചെയ്തത്. അപ്പോൾ അതൊന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയും കടുകും ഉണക്കമുളകും ഒക്കെ ഇട്ട് അതങ്ങോട്ട് തൂമിച്ചെടുക്കുകയാണ്. ഇതാണ് ഇന്നത്തെ കറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഒരു 2 മീനുണ്ടായിരുന്നു ഇവിടെ, അത് നന്നാക്കി പൊരിച്ചു. അതാണ് ഉച്ചക്കത്തെ ഫുഡൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചതിന് ശേഷമാണ് ചോറ് വെക്കുന്നത് ലാസ്റ്റ്. അത് ഞാൻ വീഡിയോ എടുക്കണില്ല കേട്ടോ. ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, വെള്ളം ചൂടായി കൊണ്ടിരിക്കുകയാണ്. വെള്ളം ചൂടായി അരി ഇടാനാകുമ്പോഴത്തേന് ചായയും ആയി, കടിയും ആയി, ഇങ്ങനത്തെ കറി ആയി, മീനും പൊരിക്കണം. അതിന് ശേഷമാണ് ഞാൻ അരി ഇടാൻ പോകുന്നത്. റേഷൻ അരിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ പിന്നെ ആക്കം പോലെ തീമട്ടാൽ മതിയല്ലോ. അപ്പോൾ നമ്മളെ കറി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് മോര് ഒഴിച്ചു, കുറച്ച് പുളി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇനി മീൻ പൊരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ചോറ് തീമിടണം. അപ്പോൾ കുഞ്ഞാണിയാക്ക അയില മീൻ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ കുട്ടി അയിലയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം കുറച്ച് മസാലയും ഒക്കെ ഇട്ടിട്ട് പുളിവെള്ളത്തിലൊക്കെ കുഴച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇത് പൊരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്നിപ്പോൾ ഞാൻ പറയണില്ല. ഇതിലിടയ്ക്ക് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു കേട്ടോ. കാരണം വെളുത്തുള്ളിയും പെരുംജീരകവും ഇഞ്ചിയും ചുവന്ന മുളകും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി അരച്ചിട്ട് അതിൽ പുളിവെള്ളം കൂട്ടി കുഴച്ചിട്ട് അതിലാണ് ഈ മീൻ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പൊരിച്ചിട്ടുള്ള മീൻ അങ്ങനെ ഒന്ന് പൊരിച്ച് നോക്കൂട്ടോ കേട്ടോ. ചുവന്ന മുളക് അരക്കണം കേട്ടോ. അപ്പോൾ മിക്സിയിൽ അരച്ചാലും മതി, അമ്മിയമ്മ അരച്ചാലും മതി, എങ്ങനെയും പറ്റും. ഈ മീനിനൊരു വേറെ ടേസ്റ്റ് തന്നെയാവും കേട്ടോ. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാവും. ഈ ഒരു മീൻ കഷ്ണം മാത്രം മതിയാവും നമ്മളെ മക്കളും നമ്മളൊക്കെ ചോറ് കഴിക്കാൻ. വേറെ ഒരു കറിയും വേണ്ട, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാ ഇനി ഞാൻ ചോറ് തീമിടാൻ പോവുകയാണ്. അപ്പോൾ ഇനി 2 അയില മീനോട് കറി വെക്കണം. അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തിനാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രയുള്ളൂ, ടാറ്റ.